അങ്ങനെ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരിച്ചെത്തിയിരിക്കുന്നു. പാവം എം ഹസൻ മൂപ്പരിപ്പ എവിടെയാണാവോ? അല്ല, താൽക്കാലിക ചുമതല കൊടുത്തത് മൂപ്പരിക്കായിരുന്നല്ലോ. എന്നിട്ട് സുധാകരൻ തിരിച്ചെത്തുന്ന ദിവസമായിട്ട് ആ ഭാഗത്തേക്ക് പോലും കണ്ടില്ലല്ലോ. ഹസൻജിയും പ്രതിപക്ഷ നേതാവും ഒന്നെത്തിയില്ലെങ്കിലും കസേര തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് സുധാകരൻജി. സുധാകരൻജിയുടെ കഠിന പ്രയത്നത്തിനും കണ്ണുരുട്ടലിനും ഫലമുണ്ടായിരിക്കുന്നു. KPCC അധ്യക്ഷനായി വീണ്ടും കെ സുധാകരൻ ചുമതലയേറ്റിരിക്കുന്നു. ഇന്ദിരാഭവനിൽ മൂപ്പർക്ക് കിട്ടിയ സ്വീകരണം ഒന്ന് കാണണ്ടായിരുന്നു. കണ്ണേകരളേ KSA, കണ്ണൂരിന്റെ മണിമുത്തേ. ആഹാ, ആ മുദ്രാവാക്യത്തിന് തന്നെ എന്തൊരു ജീവനാണ്. ആളുകൾക്ക് ഇത്ര ആവശ്യം ഉണ്ടായിട്ടും പ്രധാനപ്പെട്ട നേതാക്കളിനെ ഒന്നും അവിടെ കാണാനില്ലല്ലോ. എല്ലാവരും അവിടെ പോയി. സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിന്നു. തൽക്കാലത്തേക്ക് ചുമതല നോക്കാൻ അസേൽപ്പിച്ചു. സുധാകരൻ APC ഓഫീസിൽ വന്ന് അത് ഇന്ന് ചുമതലയായിട്ട് അതിൻ്റെ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റെടുത്തു. അത്രേ ഉള്ളൂ. ഇതിനകത്ത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. അസന്റെ വരവൊന്നും ഒരു കുഴപ്പമല്ല, കാര്യമല്ല. അത് തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരിച്ചു വരുമ്പോൾ അവിടെ എം ഹസൻ ഉണ്ടാവണമെന്ന് എന്തത്ര നിർബന്ധം? സുധാകരൻജി മത്സരിക്കാൻ പോയ സമയത്ത് പുള്ളിക്ക് ചുമതല കൊടുത്തു എന്നുള്ള കാര്യം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് സുധാകരനും സുധാകരന്റെ കൂട്ടാളികളും പോയി അങ്ങോട്ട് ചുമതല ഏറ്റെടുത്താൽ മതി. കൺവീനർ സ്ഥലത്തില്ല, അദ്ദേഹം പുറത്തു പോയിരിക്കുന്നു. എന്തോ ഇതൊരു ചാർജ് കൈമാറലൊന്നുമല്ല, ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. മനസ്സിലായി? രണ്ടും രണ്ടാ. എന്നാലും കറക്റ്റ് ഈ ദിവസം തന്നെ നമ്മുടെ കൺവീനർ എങ്ങോട്ട് പോയി സുധാകരൻജി? ഒന്നുമില്ലെങ്കിൽ ഇത്രയും നാളും KPCC പ്രസിഡന്റിന്റെ പണിയെടുത്ത ആളല്ലേ മൂപ്പര്. ആളിന്ന് ഇവിടെ ഉണ്ടാവിടായിരുന്നില്ലേ? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അസനും വരുന്നത് അതുപോലെ തന്നെ. അതുകൊണ്ട് അസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സുധാകരൻജിയുടെ പ്രവർത്തനങ്ങളൊന്നും അത്ര പോരാന്ന് പാർട്ടിക്കകത്ത് തന്നെ ഒരു ടോക്ക് ഉണ്ടായിരുന്നല്ലോ. മാത്രല്ല, സുധാകരന്റെ തിരിച്ചുവരവ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് പയ്യെ തീരുമാനിക്കാമെന്നായിരുന്നല്ലോ ഹൈക്കമാൻഡ് ആദ്യം പറഞ്ഞത്. ഇതൊക്കെ കൂടിയായപ്പോ പാവം നമ്മുടെ ഹസൻജി വിചാരിച്ചിട്ടുണ്ടാവും താൽക്കാലികമായി കൊടുത്ത ആ KPCC പ്രസിഡന്റിന്റെ കസേര സ്ഥിരമായിട്ട് കിട്ടുന്നു. അപ്പോഴേക്കും സുധാകരൻജി തിരിച്ചെത്തില്ലേ. പാവം ഹസൻജി സെഡായി ഉണ്ടാവും. ഞാൻ തിരിച്ചു വരുമ്പോ ഈ സാധനത്തിനോട് കണ്ടിട്ടേക്കോ പറഞ്ഞങ്ങടെ താൻ ഒഴിഞ്ഞു കൊടുത്ത പോലെ അത്ര സിമ്പിൾ ആയിരുന്നില്ല സുധാകരൻജിയുടെ തിരിച്ചുവരവ്. തെരഞ്ഞെടുപ്പ് തീരുമ്പോ തന്നെ സ്വാഭാവികമായിട്ട് കിട്ടേണ്ട പദവിക്കെതിരെ 4 പാടുന്നു സുധാകരൻജിക്കെതിരെ എതിർപ്പുണ്ടായില്ലേ. സുധാകരൻജിയുടെ KPCC പ്രസിഡന്റിന്റെ കസേര നൈസായി തിരിച്ചു വലിക്കാൻ നോക്കിയിരുന്നു എന്നായിരുന്നുട്ടാ എല്ലാരും പറയണത്. എന്നെയോ വലിക്കാൻ എന്നെ ഇപ്പോ തിരിഞ്ഞിട്ടില്ലല്ലേ? തിരിഞ്ഞിട്ടില്ല. അല്ല പിന്നെ കെ സുധാകരന്റെ അടുത്ത കളി ഒന്നങ്ങോട്ട് മാറി നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ സുധാകരൻജിയുടെ സ്ഥാനം തെറിപ്പിക്കാൻ എത്ര പേരാ ഇൻട്രസ്റ്റോടെ നിന്നത്. സ്വന്തം പാർട്ടിയിലുള്ളവരാണെങ്കിലും സുധാകരൻജിയുടെ കയ്യിൽ നിന്ന് അധികാരം വാങ്ങിയെടുക്കാൻ ആരും വിചാരിക്കണ്ട കേട്ടോ മക്കളെ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നോണ്ടാണല്ലോ സുധാകരൻജി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അപ്പൊ KC വേണുഗോപാലോ AICCയുടെ ജനറൽ സെക്രട്ടറി അല്ലേ പുള്ളി? മൂപ്പര് മാറിയില്ലല്ലോ, പുള്ളി മത്സരിക്കുന്നുണ്ടല്ലോ. ഞാൻ KPCCന്റെ പ്രസിഡന്റാണ്. ഇവിടെ പ്രസിഡന്റായിരിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു സ്ഥാനാർത്ഥിയാവുന്നതും പ്രസിഡന്റ് അല്ലാത്ത ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? എത്ര വ്യത്യാസമുണ്ട്? അത് രണ്ടും കമ്പയർ ചെയ്യുന്നതിനകത്ത് യുക്തിയില്ല. അതല്ല സുധാകരൻജി, KC മത്സരിച്ചപ്പോ KC സ്ഥാനത്ത് നിന്ന് മാറി നിന്നില്ലല്ലോ, അതാ ചോദിച്ചേ. അതെ, KC മത്സരിച്ചതുകൊണ്ട് ഞാനിപ്പോ 2 സ്ഥാനം എടുത്തു എന്നതുകൊണ്ടല്ല. എനിക്കിവിടെ കേരളത്തില് മൊത്തം കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിത്വവും മത്സരവും എല്ലാം നിരീക്ഷിക്കേണ്ടിയും തിരുത്തേണ്ടിയും ഒരാളാണ് ഞാൻ. എല്ലാം ഒന്നല്ല, എന്റെ ഒരു പോസ്റ്റല്ല, വേണുഗോപാലിന്റെ ഒരു പോസ്റ്റാണ്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ആണ്. അല്ല, അത് മുഴുവൻ നോക്കുന്ന കൂട്ടത്തിലേ നോക്കണ്ടു കേരളത്തിൽ. അതൊരു ചെറിയ ഘടകമാണ് കമ്പയർ വിത്ത് ഓൾ ഇന്ത്യ ലെവൽ. അത് മതി. എനക്കത് വലിയ വേടനാണ്. എനിക്ക് 20 സീറ്റ് നോക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വേടനാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വാവ്, സുധാകരൻജിയുടെ പുതിയ തിയറി സൂപ്പർ. സുധാകരൻജിക്ക് കേരളം മുഴുവനും നോക്കണ്ടേ? KC വേണുഗോപാലിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. KCക്ക് ആകെ രാജ്യത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരെ. അതാണ് ഡിഫറൻസ്.
പ്രവർത്തനം പോരാന്ന് പറഞ്ഞ് ഒതുക്കാൻ കാത്തിരിക്കുന്നവരാണ് ചുറ്റും. സുധാകരൻജിയുടെ മുന്നോട്ട് പോക്ക് ടഫാവോ? അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റുന്ന ഒരാളല്ല ഞാനെന്ന് എല്ലാവർക്കും അറിയാം. ഈ പാർട്ടിയിലെ ആൾക്കെങ്കിലും അറിയാം, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. ബൈ ദ ബൈ, ഹസൻജിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? തീരുമാനങ്ങളൊക്കെ കൂടിയാലോചനയ്ക്ക് ശേഷമാണോ ഹസൻജി എടുത്തത്? കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കും. ഹസൻജി എടുത്ത തീരുമാനങ്ങൾ ശരിയല്ല, അത് പുനഃപരിശോധിക്കണം. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചുമതല കൈമാറുന്ന സമയത്ത് പോലും ഹസൻജി വന്നില്ലല്ലോ. അതിൽ ഞങ്ങളുടെ സുധാകരൻജിക്ക് നല്ല അമർഷമുണ്ട് കേട്ടാ. അല്ല സുധാകരൻജി, നിങ്ങൾ അധികാരത്തിന് വേണ്ടി ഭയങ്കര ഓട്ടാണെന്നാണല്ലോ നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ തന്നെ പറയണത്. അത് അവരോട് ചോദിക്കുന്നല്ലേ നല്ലത്. എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ അവരെ മനസ്സിൽ എനിക്ക് പറയാൻ കഴിയാ? ഞാൻ ഓടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുണ്ട്. ഞാനിപ്പോ കാറിലല്ലേ വന്നത്. ഹായ്, നല്ല വെറൈറ്റി തമാശ. ഈ തമാശകൾ കേൾക്കാൻ പോലും പാർട്ടിയിൽ നിന്ന് ആരും വന്നില്ലല്ലോ സുധാകരൻജി. ഞാൻ എന്നും ആഗ്രഹിക്കുന്നു, അസം മാത്രമല്ല എല്ലാ നേതാക്കന്മാരും രണ്ടു കൂടി ഉണ്ടായിരുന്നു ആഗ്രഹിക്കുന്നു. ചുമതല കൈമാറുമ്പോഴാണ്. അതെ, എസ് എൻ മാത്രമല്ലെന്നേ, ഞാൻ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ എല്ലാവരും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് തിരക്കിലാണ്. അദ്ദേഹം ഒരു ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ. അത് പഴയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെ അതെ, നിങ്ങളെല്ലാരും ബഹുമുഖ പ്രതിഭകളാണല്ലോ. അതിന്റെയാണ് ഈ കാണുന്നതൊക്കെ. കേഡറാണ്, സെമി കേഡറാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് ഒന്നും നിങ്ങളുടെ പാർട്ടിയിൽ കാണാനില്ലല്ലോ. കേഡർ ഇതുമായിട്ട് കൂട്ടണ്ട. കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാ തുടക്കം തന്നെ. അല്ലാണ്ട് ഇത് കേഡറും ഇതൊന്നുമല്ല. ആ സിസ്റ്റമില്ല. കേഡർ പാർട്ടികൾ തന്നെ ഇപ്പൊ കണ്ടില്ലേ, അതിന്റെ അകത്ത് എല്ലാ രഹസ്യവും പുറത്തല്ലേ. പിന്നെ എന്തിനാ നമ്മൾ ഈ സെമിയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പാർട്ടി രഹസ്യങ്ങൾ മൊത്തം പുറത്താണെന്ന് തുറന്നു പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. മുരളീധരന്റെ അഭിപ്രായം, അത് മുരളീധരന്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായമാണ്. അച്ചടക്കം വേണ്ട ഏതൊക്കെ ഒരു പാർട്ടി പറയും. പറയണ കാര്യങ്ങളിലൊക്കെ എന്തൊരു ഒത്തൊരുമ. വെറുതെ അല്ല നിങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയണേ അല്ലേ? ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടാണ്. ഒരാൾ വിചാരിച്ചാലും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. അത് CPM-ന്റെ ഒറ്റക്കെട്ടാകുന്ന പോലെയല്ല. അവിടെ ഒരാൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർ കേട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതല്ല, ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. കേഡർ ഇതുമായിട്ട് കൂട്ടണ്ട. കോൺഗ്രസ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാ തുടക്കം തന്നെ. അല്ലാണ്ട് ഇത് കേഡറും ഇതൊന്നുമല്ല. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ, ഭയങ്കര ഐക്യാണ്. സുധാകരൻജി രണ്ടാമത് സ്ഥാനം ഏറ്റെടുക്കാൻ വന്നപ്പോൾ മുമ്പ് സ്ഥാനം ഉണ്ടായിരുന്ന ഹസൻജി മാറി നിൽക്കുന്നു. ഹസൻജിയുടെ പ്രവർത്തനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് സുധാകരൻജി പറയുന്നു. അതിനിടയിൽ കേഡറും സെമി കേഡറും ഒന്നും ഇവിടെ വേണ്ട, പാർട്ടി രഹസ്യങ്ങളൊക്കെ പുറത്താണെന്ന് മുരളീധരേട്ടൻ തുറന്നടിക്കുന്നു. മുരളീധരൻ പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ല എന്ന് സുധാകരൻജി തിരിച്ചു പറയുന്നു. അങ്ങനെ ഒരു പ്രത്യേകതരം ഐക്യാണ് ഇവർക്കിടയിലുള്ളത്. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷേ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഫലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇവരുടെ ഐക്യം? എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും സുധാകരൻജിക്ക് ഒന്നേ പറയാനുള്ളൂ, സുധാകരൻജിയുടെ അധികാര കസേര തട്ടിയെടുക്കാൻ ആരും വിചാരിക്കണ്ടട്ടാ. എത്ര കാലം കഴിഞ്ഞാലും ആ അധികാരമൊന്നും ഇവിടെ ആർക്കും വിട്ടുതരില്ല മക്കളെ. ഇനി അഥവാ അങ്ങനെ ഒരു നീക്കം നടത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ സുധാകരൻജി പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? തോന്നിയാൽ താൻ പാർട്ടി മാറും. എന്താ ഭയർ കിട്ടും. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.